ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ മാങ്ങ പച്ചടി അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാങ്ങ പെരക്കെന്ന് പറയും. ഞാൻ നട തുണി ഇവിടെ വിരിച്ചിട്ടൊക്കെ നമ്മൾ സ്റ്റാൻഡൊക്കെ എടുത്ത് തുടങ്ങി. അപ്പോൾ അത് ഉണ്ടാക്കും. അങ്ങനെ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ചിലർ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുണ്ടാക്കിയില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മാങ്ങയുടെ പുളി അനുസരിച്ച് എരിവൂടുണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. ഞാൻ ആദ്യം ചെയ്തപ്പം ഇത്തിരി എരിവ് കുറവായിരുന്നു. പിന്നെ ഞാൻ 2-3 പച്ചമുളക് കൂടെ ചേർത്ത്, അപ്പം കുഴപ്പമില്ലായിരുന്നു. പിന്നെന്താ, അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പലരും ഞാൻ പറഞ്ഞില്ലേ മീനച്ചാർ ഇങ്ങനെ ചോദിച്ചത്. അപ്പം അവരോട് ഞാൻ ചിന്തിച്ച് ഞാൻ എന്തോ പറയണമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. എനിക്കാണെങ്കിൽ അങ്ങ് അവരോട് ഇല്ലാന്ന് പറയാനും ഒരു ഇത് വല്ലാതെ. അപ്പം ഞാൻ മീൻകാരനോട് വിളിച്ച് ചോദിച്ച്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് മീനൊന്നും കിട്ടാനോ നമുക്ക് കറി വെക്കാനോ അങ്ങനെ നല്ല മീനൊന്നും കിട്ടാറില്ല. അപ്പോൾ പറഞ്ഞ പുള്ളിക്കാരൻ പറഞ്ഞ് മീൻ കൊണ്ടുവരാം, പക്ഷേ വിലയായിരിക്കുമെന്ന്. അപ്പം ഞാനത് നമുക്ക് ഒതുങ്ങുന്ന ഒരു രീതിയിലൊരു വില ഇട്ടിട്ട് അവരോട് പറഞ്ഞു. അപ്പം 3-4 പേര് ആ റേറ്റ് അവർക്ക് കുഴപ്പമില്ല, അവർക്ക് അച്ചാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടുമ്പം ഇപ്പം നമുക്കിപ്പോൾ കറക്റ്റ് അളവിനായിരിക്കത്തില്ലല്ല മീൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇടുമ്പം കൂടുതലുണ്ടെങ്കിൽ വാട്സപ്പ് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ റേറ്റൊക്കെ ഇട്ട് തരാം. ഇങ്ങനെ ഓരോ അച്ചാർ ഇട്ടുകൊണ്ടിരിക്കും. പലരും പറയും ഹെൽത്തൂടെ നോക്കണേ, നോക്കുന്നുണ്ട്, ശരിയാകില്ല. പിന്നെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു വയറിൻ്റെതൊക്കെ, അതൊക്കെ മാറി. എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു വയറിൻ്റെ. ഞാൻ പറയില്ല, ഞാൻ ചിലപ്പോൾ കമൻറ്റ് ഇങ്ങനെ നോക്കുന്നു, പക്ഷേ അത് ഇന്ന് റിപ്ലൈ കൊടുക്കാൻ നോക്കിയിട്ട് ആ കമൻറ്റ് കാണുന്നില്ല. പക്ഷേ ഇനി അത് 2 ദിവസം കഴിഞ്ഞ് എവിടുന്നേലും കയറി വരും. അത് ഞാൻ വൈറ്റി സ്റ്റുഡിയോയിൽ പോയാൽ ഞാൻ ഈ കമൻറ്റിന് റിപ്ലൈ കൊടുക്കുന്നത്. ചിലപ്പോൾ അതിന് 2 ദിവസം കഴിഞ്ഞ് വരുമായിരിക്കും. കുഴപ്പം ഇപ്പം വയറിൻ്റെ പ്രോബ്ലം ഒന്നും അങ്ങനെ ഇല്ല. ഇന്നലെ എനിക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിളിച്ച് പറയും, ചേച്ചി എനിക്കിതുപോലെ വയറിന് പ്രോബ്ലം, ചേച്ചി എന്തുവാ ചെയ്ത്, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് തരാമോ, ചേച്ചിക്ക് ഇതുപോലെ അല്ലായിരുന്നോ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണുള്ളത്. ഞാൻ പിന്നെ എന്നോട് പലരും പറഞ്ഞാൽ അയമോദക വെള്ളമൊക്കെ കൂടി, ഞാൻ അയമോദക വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ദൈവം സഹായിച്ച് ഇപ്പം കുഴപ്പമില്ല. പിന്നെ ഈ ചുമ അതെല്ലാവർക്കും ഉള്ള അസുഖമല്ലേ. പിന്നെന്താ, പ്രൈസമ്മോൻ്റെ സ്കൂൾ ഇപ്പം നേരത്തെ ആണെങ്കിൽ 5:20 വിടുമായിരുന്നു ഇല്ലൂടെ മോനെ. ഇപ്പം അവനെ 5:45 ഇവിടുത്തെ, അത്രയില്ല. ഇനി വരുമ്പം കൊച്ചിങ്ങി വരുമ്പം 6:15 കഴിയും. അതിൻ്റേതായ വരുമ്പോഴത്തേന് വിശന്നൂപ്പാടായാ വരുന്നത്. ഈ ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് കൊണ്ടുപോക്ക് പരിപാടി ചിലപ്പോഴെങ്ങാണ് നമ്മൾ ഈ പ്രൈസമ്മോൻ വേണ്ട അത് മാറ്റി ഇവിടെ നിന്ന് നോക്കിയേ. ഈ ബിരിയാണി റൈസ് അവന് ഇഷ്ടം. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നതിന് വയറൊന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ കൊടുത്തു വിടുന്നത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീഡിയോ എനിക്ക് നേരത്തെ എടുത്തു വെച്ചത്. എനിക്ക് അന്ന് ചുമയായതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെച്ചിരുന്നത്. അപ്പം ഇതെനിക്കിപ്പം ഇപ്പം കുഴപ്പമില്ല, മാറി. അതിന് മുമ്പിട്ട് അന്നൊക്കെ ഉള്ള വീഡിയോ ആയത് കേട്ടോ. ഞങ്ങൾ ഒന്ന് കാണിക്കാം, വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബീഫിൻ്റെ അച്ചാറൊക്കെ ഇട്ടു. അപ്പോൾ അതിന് മുമ്പിട്ടുള്ള വീഡിയോ ആയി ഇട്ടേക്കുന്നത്. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ തലേന്ന് ബീഫുകാരനെ വിളിച്ച ഉടനെ പുള്ളിക്കാരൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എനിക്ക് അർജൻറ്റായിട്ട് ബീഫും വേണം. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിന്ന് രാവിലെ പോകാമെന്ന്. അപ്പം ഞാൻ തലേന്നേ നമ്മളൊരു പ്ലാനിങ് ഉണ്ട്, ഇന്ന് പിറ്റേ ദിവസം നമുക്ക് പോകണമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പോയില്ല. പെട്ടെന്ന് ഒരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയൊക്കെ വെച്ച് വെണ്ടയ്ക്ക, കാരണം പോയിട്ട് നമ്മൾ വരുവാണെങ്കിൽ ഒരു സമയം എടുക്കും. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അഥവാ നമുക്ക് അച്ചാറിടാൻ ബീഫ് വേണമെങ്കിൽ നമ്മൾ നേരത്തെ അവരോട് പറയണം. 1-2 കിലോയാണെങ്കിൽ പോട്ടെന്ന് പറയാം. ഇച്ചിരി കൂടുതലാകുമ്പോൾ നമുക്ക് അതനുസരിച്ച് നെയ്യൊന്നും ഇല്ലാത്തത് അവർ മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് തലേന്നേ നമ്മൾ പറയണമായിരുന്നു. എന്തുവാണേലും
ഒന്ന് പോയി നോക്കാൻ കിട്ടുമോ അന്നെങ്കിൽ വാങ്ങിക്കാമെന്നും പറഞ്ഞുള്ള രീതിയിലാണ് പോയത്. അപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക മെഴുക്കോട്ട് വെച്ചാൽ അവർക്ക് ഉച്ചയ്ക്ക് വരുമ്പോൾ ഉച്ചയാവുമല്ലോ എന്നും പറഞ്ഞ് അവർക്ക് ചപ്പാത്തിക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്കോട്ടയും വെച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇങ്ങനെ ഈ മീൻകാരി പറഞ്ഞായിരുന്നു നല്ല മീൻ വരുവാണെങ്കിൽ ഫോൺ ചെയ്യാമെന്ന്. പക്ഷേ അവർ റേച്ചാൻ മോനൊന്ന് നോക്കി വാങ്ങിക്കാറില്ല. റേച്ചാൻ ജോലി കഴിഞ്ഞ് വന്നോടനെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മീൻകാരി എനിക്ക് ഫോൺ ചെയ്തു, നല്ല അയല വന്നിട്ടുണ്ട്, വേണമെങ്കിൽ ചെല്ലാൻ പറയാം. അപ്പോൾ റേച്ചാൻ പറഞ്ഞെന്നാൽ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. റേച്ചാൻ കൊണ്ടുവന്നപ്പം കണ്ടാൽ നമുക്ക് അത് നല്ല ഫ്രഷായിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഈ ചെകിള എടുത്ത് നോക്കും, ഫ്രഷാണെങ്കിൽ ആ ചെകിളയിൽ നല്ല രക്തത്തിൻ്റെ ഇത് കാണുമല്ലോ. ഇത് പക്ഷേ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ റേച്ചാൽ അവർ ചുമ്മാ പറഞ്ഞ ഫ്രഷൊന്നുമല്ല, എന്തോ അതിൽ ഇല്ലാതിരിക്കുമല്ലായിരുന്നോ. അതുകൊണ്ട് നേരത്തേക്കാണെങ്കിൽ ഞാൻ പറയും ഈ മീനൊക്കെ അച്ചാറിടുന്ന സമയത്ത് മുള്ളും തലയൊക്കെ കിട്ടുമ്പോൾ അയ്യോ ഇതെന്ന് തീരുമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു വാലയിലും കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം നമുക്കിപ്പം മീൻ കിട്ടാത്ത സമയമായതുകൊണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല അത് അന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള മീനൊന്നും നമ്മൾ വാങ്ങിക്കത്തില്ല. അപ്പോൾ അത് അയലയായിരുന്നു. അതിപ്പം ഞാൻ അതെല്ലാം ഒന്ന് വെട്ടി വെച്ചിട്ട് ബീഫിൻ്റെ ഇതിന് പോകാമെന്ന് വെച്ചു. പിന്നെ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത് ഇത്തിരി മുളകരച്ച് വയ്ക്കാൻ ഒരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി മാങ്ങ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലത്തെ എടുത്തിട്ട് ബാക്കി ഒരു മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അച്ചാറിന് വാങ്ങിച്ചതിൽ 3 മാങ്ങ ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ 2 ഇന്നലെ എടുത്ത് ഇനി ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ആ മാങ്ങയുടെ നമ്മൾ ഈ അച്ചാറിടുന്ന ഉടനെ മാങ്ങയുടെ പൂളുവശം എല്ലാം എടുത്തിട്ട് ആ മാങ്ങാണ്ടിക്കകത്ത് കുറേ മാംസം കാണുമല്ലേ, അതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് അത് ഞാൻ നേരത്തെ ആണെങ്കിൽ അങ്ങനെ മാങ്ങാണ്ടിയോടുകൂടി കളയുമായിരുന്നു. ഒരു പ്രാവശ്യം ഈ ബെൻസി ഇങ്ങനെ കാണിച്ച് അവളിങ്ങനെ എടുത്ത് വെച്ചേക്കുവാന്ന്, ഫ്രീസറിൽ എടുത്ത് വെച്ച്. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് മാങ്ങാക്കറിയോ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അവൾ അതെടുക്കും. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ ഞാനൂടെ അങ്ങനെ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞ് കുറച്ച് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഒതുക്കി ഒരു കുറച്ചൊക്കെ ഞാൻ തുണികളും എല്ലാം ഒന്ന് വാഷിങ്ങിന് ഇട്ടിട്ട് പോയി. ഞാൻ പിള്ളേരടുത്ത് പറഞ്ഞ് ലാസ്റ്റ് ഇച്ചിരി കംഫർട്ട് ഒഴിക്കണേന്ന്. അവന്മാർ പോൾമോൻ ഉണ്ടായിരുന്നു ഇവിടെ, അവനെ ഓർക്കത്തൊന്നുമില്ല. പിന്നെ ഞാൻ സമയം അനുസരിച്ച് അവിടുന്ന് ഫോൺ ചെയ്യും, എടാ വാഷിങ് ഇത്ര ആയെങ്കിൽ കംഫർട്ട് ഇടുന്ന. അങ്ങനെ പിന്നെ വന്നിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് തുണികളൊക്കെ വിരിച്ചിട്ടാൽ മതിയല്ലോ. ഇപ്പോഴാണെങ്കിൽ ഇത്തിരിച്ച മഴയും തുടങ്ങുന്നത് കൊണ്ട് നമുക്ക് തുണികളൊക്കെ ഉണങ്ങാൻ ഇപ്പം ബുദ്ധിമുട്ടാണ്. ഡെയിലി കഴുകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പം പൂർമ്മനോട് പറഞ്ഞു, മോനെ അവൻ്റെ കൂടുതൽ ഒരു ദിവസം തന്നെ 3-4 ടീഷർട്ട് ഭയങ്കരമായിട്ട് വിയർക്കും അവനെ. ഞാൻ പറഞ്ഞ് അതനുസരിച്ചൊക്കെ ഡ്രസ്സൊക്കെ ഒന്ന് യൂസ് ചെയ്യ്, തുണി ഉണങ്ങണ്ടേ. അപ്പം ഞാൻ മീനെല്ലാം വെട്ടി കഴുകിയെടുത്ത് ഇന്നിപ്പം മാങ്ങ ഇട്ട് ചെയ്യുന്നത് കൊണ്ടായതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഞാൻ പുളിവെള്ളം ഒഴിച്ചാണ് കഴുകുന്നത്. പുളിവെള്ളം ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ഉപ്പ് പരലിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കി അതിൻ്റെ ഉളുമ്പെല്ലാം കളഞ്ഞ് ചെയ്യുമായിരുന്നു. അപ്പോൾ വലുതൊന്നിനാണ് ഞാൻ മുറിച്ച്. പിന്നെ ഞാൻ ചിന്തിച്ച് മുറിക്കുന്നില്ല, ഈ നമ്മൾ ഈ വറക്കുന്നത് പോലെ ഒന്ന് വരഞ്ഞിട്ട് അങ്ങ് മുഴുവനെ ഇട്ടേക്കാന്ന് വെച്ച്. ഞങ്ങൾ ഈ സ്ഥിരം വാങ്ങിക്കുന്ന ബീഫിൻ്റെ അവിടുത്തെ അങ്ങാര് പറഞ്ഞ് നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് ഒരെണ്ണമുണ്ട്, അങ്ങനെ അവർ പരിചയപ്പെടുത്തി തന്നായിരുന്നൊരു ബീഫുകാരൻ. അവിടെ നിന്ന് ഞാൻ 2 പ്രാവശ്യമേ വാങ്ങിച്ചുള്ളൂ. എനിക്ക് ആകെ ഒരു പ്രാവശ്യമാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം അവർ നമ്മൾ സ്റ്റാർട്ടിങ് വാങ്ങിച്ചോണ്ടെങ്കിൽ നന്നായി പീസാക്കി തന്നു. പിന്നെന്ന് പറയുന്നത് അവരില്ല പല പോലെ ഇല്ല അടുപ്പിച്ച് കട്ട് ചെയ്യുമല്ലേ. അപ്പം ചിലത് വലിയ പീസും ചിലത് ചെറിയ പീസ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അച്ചാറിടുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. കറിയാണെങ്കിൽ പോട്ടെന്ന് പറയാം, അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ വറക്കുന്നുണ്ട്, ചിലതങ്ങ് മുരിഞ്ഞു പോവും, ചിലത് മുരിയത്തില്ല. അത് പിന്നെ ഞാൻ പറഞ്ഞു ഇനി അവിടെ നിന്ന് വാങ്ങിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വീണ്ടും ഞങ്ങൾ പോകാൻ കാര്യം. അവിടുത്തെ ആ ഒരാൾ നന്നായി നമുക്ക് ചെയ്തു തരും. അപ്പോൾ അവരതനുസരിച്ച് അവിടുത്തെ കസ്റ്റമറിൻ്റെ ഇതനുസരിച്ച് നമ്മളെ വിളിക്കും. കസ്റ്റമർ കൂടുതലാണെങ്കിൽ നമുക്കത് വെട്ടിത്തരാൻ അവർക്ക് ഒത്തിരി സമയം എടുക്കത്തില്ലേ, മീൻസ് സമയം അവർക്ക് കാണത്തില്ലല്ലോ. അതുകൊണ്ട് അവർ ആളൊഴിഞ്ഞ സമയത്ത് നമ്മുടെ അടുത്ത് വരാൻ പറയും. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് വെറുതെ വന്നു, ഇല്ലായിരുന്നു, എല്ലാം നെയ്യുള്ളതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നാളെ വാ, നല്ലതെടുത്ത് വെച്ചേക്കാന്ന്. അങ്ങനെ ഞാൻ വന്നിട്ട് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് മീൻ വെട്ടി വെച്ചേക്കുമായിരുന്നല്ലേ. അപ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു, ആ മാങ്ങ വന്ന് അരിഞ്ഞ് ബാക്കി ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഈ മാങ്ങയുടെ മാംസം ഞാനിങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ചെന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് വെച്ചത്. നമ്മുടെ ഫ്രീസറിൽ അങ്ങനെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഒരുമിച്ചാണ് വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ കുറേശ്ശെ ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് ഇളകി വരുന്നത് കുറച്ചിങ്ങനെ ഇളക്കിയെടുക്കുക. ഞാൻ എന്നിട്ട് പെട്ടെന്ന് കറി ആവാനായിട്ട് ഞാൻ അരപ്പൊക്കെ അരച്ചിട്ട് മീൻ്റെ അരപ്പൊക്കെ അരച്ചിട്ടേ അത് ഞാനങ്ങ് ചട്ടിക്കകത്ത് അരപ്പ് അടപ്പത്ത് വെച്ച്. അപ്പോൾ അതൊന്ന്
അരപ്പൊക്കെ തിളച്ച് വന്ന് പിന്നെ മാങ്ങയും കൂടെ ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് മീൻ വെച്ച്. അരപ്പ് ഞാൻ അരച്ച് വെച്ച് ചട്ടിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ടാണ് പോയത്. അല്ലെങ്കിൽ നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചേക്കുവാണെങ്കിൽ ചിലപ്പം അത് ആ ജാറിൻ്റെ ആ മൂട്ടിൽ കൂടെ ഒഴുകി ഊറും. അതുകൊണ്ട് ഞാൻ അരപ്പരച്ച് ചട്ടിക്കകത്ത് ഒഴിച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ അകത്ത് ഇപ്പം പച്ചമുളകും അത് അരപ്പ് അരയ്ക്കാൻ നേരം 2 വെളുത്തുള്ളി അരച്ചായിരുന്നു. ഇതിൻ്റെ അകത്ത് ഇച്ചിരി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇത്തിരി പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മീൻ കൂടിട്ട് പറക്കി കൊടുക്കട്ടെ. വന്നപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ല 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവരെല്ലാം വിശന്നിരിക്കുമായിരുന്നല്ലോ. പിന്നെ അവർക്കെല്ലാം ചപ്പാത്തിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഡ്രസ്സ് പോലും മാറാതെ പിന്നെ അടുക്കളയിലോട്ടാണ് ഓടുന്നത്. നമ്മുടെ ഒരു ഹൗസ് വൈഫ്, ഒരു വീട്ടമ്മ കൂടുതലും സമയം ചിലവഴിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ്. അപ്പം നമ്മൾ അങ്ങോട്ടങ്ങ് ഓടി. പേപ്പറൊക്കെ എടുക്കാൻ, പേപ്പർ ഇങ്ങോട്ട് പിള്ളേരുടെ ബുക്കും പുസ്തകമൊക്കെ കുറേ ദിവസം കൊണ്ട് എടുത്ത് വെച്ചേക്കോ, കൊടുത്തില്ല. അതിനാൾ വന്നു. ഇന്നലെ പോന്നി റൈസൻ, എടാ വല്ലോ കഴിക്കട ഇറക്കാം. നിന്റെ ഫേവറേറ്റ് ലേഡീസ് ഫിംഗർ ഉണ്ടല്ലേ, തരട്ടോ? അവനോട് കഴിക്കാൻ പറഞ്ഞിട്ട് അവൻ വേണ്ടാന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ബീഫ് നോക്കാൻ പോയിട്ട് വന്ന വഴിക്ക് ഇപ്പം മുട്ട, ഞാൻ പറഞ്ഞില്ലേ അന്നൊക്കെ ഇത്തിരി ഈ ചൂട് സമയത്തും ഇവിടൊക്കെ ചിക്കനും വിലയായിരുന്നു, മുട്ടയ്ക്കും വിലയായിരുന്നു. അപ്പം നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുതരുന്ന അങ്ങാർ നമ്മൾ ഈ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കായി ഒരു 10-20 രൂപ കൂടുതലാണ് എടുക്കുന്നത്. അപ്പം അങ്ങാർ കഴിഞ്ഞ ദിവസം വന്നോടെ ഞാൻ വാങ്ങിച്ചില്ല. ഞാനേ ആ വെണ്ടയ്ക്ക മെഴുക്കോട്ടയല്ല, ആ പാത്രത്തിൽ നിന്ന്, ആ പാനിയിൽ നിന്ന് ഒരു പാത്രത്തിലോട്ടാക്കി ഒതുക്കി വെക്കും. ആ പാൻ ഇത്തിരി വലുതല്ലേ, അതുകൊണ്ട് വേറൊരു കൊച്ചു പാത്രത്തിലോട്ടാക്കി വെച്ച്. അപ്പോഴത്തേക്കിന് അനു വന്ന്. ഞാൻ അനുവിനോടാ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നത്. കാരണം അത്രയും സമയമായി, ഞങ്ങൾ വന്നപ്പോഴത്തേനും ലേറ്റായി. അവളൊരു 1:30 ആയപ്പോഴത്തേനും വന്നു. അപ്പം ഞങ്ങൾ മുട്ട അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഈ സ്റ്റാൻഡോട് കൂടി ഒരു 30 മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവിടെ ഞാൻ എന്നോട് കഴിഞ്ഞ ദിവസം ഈ ചുമ വന്നിട്ടുണ്ടെങ്കിൽ ചീന പറഞ്ഞായിരുന്നു ഇതുപോലെ പിന്നെ മുട്ടയ്ക്കകത്ത്, നാടൻ മുട്ടയ്ക്കകത്ത് കുരുമുളകും ജീരകപ്പൊടിയൊക്കെ ഇട്ട് പെരുമ്പറ്റി ഇങ്ങനെ കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്ത് ഇവിടെ നാടൻ മുട്ട കിട്ടാറില്ലെന്ന്. അപ്പം ഞാനിങ്ങനെ ഈ ഹോൾസെയിൽ മാർക്കറ്റ് കടയിൽ പോകാറില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന വഴിക്ക് റീച്ചാവൻ ചോദിച്ച് പൊട്ടാതെ, നമുക്കിപ്പം വീട്ടിലാവുമ്പോൾ നമുക്ക് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലേ പൊട്ടാതെ. അല്ല നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഈ സ്റ്റാൻഡോടുകൂടി നമ്മൾ വണ്ടിയിൽ വരുന്ന ഉടനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാൽ പൊട്ടുമെന്നുള്ളത്. ഞാൻ പറയും ഇല്ല, ഞാൻ ധൈര്യം കൊടുത്തില്ല, ഞാൻ പിടിച്ചോളാം, പൊട്ടത്തില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്നുടനെ ദേശീയ മുട്ടയെന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നു. അല്ല, ഒരു കളറ് മുട്ട, നമ്മുടെ നാടൻ മുട്ടയുടെ കൂട്ടി. അന്നേരം ഞാനത് ചോദിച്ചു അത് ഏത് മുട്ടയാണ്? നമ്മുടെ സാധാരണ വെള്ള മുട്ടയില്ലേ? അന്നേരം പുള്ളിക്കാരൻ പറയും ദേശീയ മുട്ടയാണ്. ദേശീയ മുട്ടയെന്ന് പറഞ്ഞാൽ നാടൻ മുട്ട. ഞാൻ ചോദിച്ചു എത്ര രൂപയാണെന്ന് ചോദിച്ചോണ്ടേ 13 രൂപ ഒരെണ്ണം. പക്ഷേ എനിക്കൊരു ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുമുണ്ട് എവിടെ നിന്നാണെന്നുള്ളത്. പക്ഷേ ഞാനങ്ങ് ആ പേര് മറന്നുപോയി. അപ്പോൾ നല്ലയാണോ ഇല്ലയോ എന്ന് ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ല. ഞാനങ്ങനെ അമ്മയടുത്ത് വിളിച്ച് ചോദിച്ചു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്, മുട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അവന്മാർക്കും എൻ്റെ ബ്രദറിൻ്റെ അവന്മാർക്ക് മുട്ട എന്ന് വെച്ചാൽ ഭയങ്കര ജീവനന്മാർക്ക്. അപ്പം പാവം അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുക, മക്കളെ ഇവിടെ നിന്ന് ഇത്തിരി മുട്ടയൊക്കെ അയച്ചു തരണേ, ഞങ്ങൾ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞു അമ്മയെ മുട്ടയൊന്നും അയച്ചു തരാൻ ഒക്കത്തില്ല, എല്ലാം പൊട്ടി നമുക്ക് പിന്നെ പൊരിച്ച് നിന്നാൽ മതി, കിട്ടിയാലായി കിട്ടില്ലേലായി. ഈ ട്രെയിനിലൊക്കെ വരുവാണെങ്കിൽ പണ്ട് ഡബ്ബയ്ക്കകത്തിട്ടിങ്ങനെ മുട്ട കൊണ്ടുവരായിരുന്നു. അപ്പോൾ ഇതൊന്നും മുട്ടയൊന്നും പാവത്തിൻ്റെ ആഗ്രഹം കൊണ്ട് അവിടെ മുട്ട ഉണ്ടല്ലോ ഇഷ്ടംപോലെ, അതുകൊണ്ട് അയച്ചു തരാമെന്നുള്ള ഇതിലാണ് പാവം ചോദിച്ചത്. പിന്നെ ഞാൻ മീൻ ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർത്തേ. അപ്പോൾ കടുകൂടെ വറുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മീൻകറിയായി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, കുറേ പാത്രങ്ങൾ, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. നമ്മുടെ നാട്ടിൽ ഒരു സൈസ് മണമുള്ള ഉണ്ടമുളക് ഉണ്ടല്ലോ, ഞങ്ങൾ ഉണ്ടമുളകാണെന്നാണ് പറയുന്നത്, നല്ല മണമുള്ളത്. അത് കീറി ഇങ്ങനെ ഈ മീൻകറി വെക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരേ. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.